ഹായ് ഗ്രീനിങ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാച്ചിഫൈറ്റം ഓവിഫറം അഥവാ മൂൺസ്റ്റോൺസ് എന്നറിയപ്പെടുന്ന സക്യുലൻ്റ് എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതെന്ന് ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നല്ല തരിമണൽ. ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റ് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്, ഹ്യൂമിഡിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ നല്ല വലിപ്പമുള്ള മിക്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വെള്ളം പെട്ടെന്ന് വലിഞ്ഞ് മാറുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ മിക്സ് കൊണ്ടുള്ളൊരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ തരിമണൽ നമ്മൾ യൂസ് ചെയ്യുന്നു. പിന്നീട് ഈ പുഴമണൽ ജസ്റ്റ് ഒരു മീഡിയം ഇതുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നു. ഒരു ടെക്സ്ചർ നഷ്ടപ്പെടാത്ത, എനിക്ക് ചില എന്താ പറയുക, ഇങ്ങനെ ഈ ഒരു ടെക്സ്ചർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് വെർമി കമ്പോസ്റ്റാണ്. വെർമി കമ്പോസ്റ്റ് ഒരു അല്പം മാത്രം നമ്മൾ ആഡ് ചെയ്താൽ മതിയായിരിക്കും, ചെറിയൊരു ഓർഗാനിക് മാറ്റർ എന്നുള്ള നിലയിൽ മാത്രം. അല്ലെങ്കിൽ റൂട്ടിലോട്ട് വന്നിട്ട് പ്ലാന്റ് നശിച്ചു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു ഒരു അമെൻമെൻറ്റ് തന്നെയാണ് ഈ വെർമി കമ്പോസ്റ്റ്. എന്നാലും ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പെർലൈറ്റ് ആഡ് ചെയ്യുന്നു. ഓൾറെഡി നമ്മൾ ആദ്യം ആഡ് ചെയ്ത മിക്സിൽ സിൻഡറും ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിരുന്നൊരു മിക്സാണ്. അപ്പോൾ അതിനകത്ത് സിൻഡറും ഉണ്ടായിരുന്നു. പിന്നെ തരിമണലും സിൻഡറും ആയിരുന്നു അതിനകത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. പിന്നെ പെർലൈറ്റും ആഡ് ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പോട്ട് ചെയ്യാൻ നമ്മുടെ പ്ലാന്റ് എടുത്തിട്ട് ചെറിയ പ്ലാന്റിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പോട്ടുകൾ സെലക്ട് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം വെള്ളത്തിൻ്റെ അളവ് കൂടിയിട്ട് പ്ലാന്റ് നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ അതുപോലെ തന്നെ പ്ലാന്റ് ജസ്റ്റ് ആ മണ്ണിൽ ഹോൾഡ് ചെയ്യാനുള്ളൊരു താഴ്ചയിൽ മാത്രമേ നമ്മൾ നടാൻ പാടുള്ളൂ. സക്യുലൻസ് കൂടുതലായി കഴിഞ്ഞാൽ ഗ്രോത്ത് സ്റ്റണ്ടായി പോകും. പിന്നെ എന്താ പറയുക, ഗ്രോത്ത് കിട്ടില്ല, അതിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഗ്രോത്ത് കിട്ടില്ല. അപ്പം പിന്നെ അതുപോലെ തന്നെ ഒരു കാരണവശാലും നമ്മൾ മിക്സ് ഡ്രൈ ആകാതെ വീണ്ടും വെള്ളം ഒഴിക്കാൻ പാടില്ല. റൂട്ട് വരും. നമ്മൾ സാധാരണ നമ്മുടെ ഹൗസ് പ്ലാന്റ്സ് ഡീൽ ചെയ്യുന്ന പോലെ ഒരു കാരണവശാലും നമ്മൾ വാട്ടറിങ് അലക്ഷ്യമായിട്ട് വെള്ളം ഒഴിക്കാൻ പാടില്ല. മിനിമം ഒരാഴ്ച, അല്ലെങ്കിൽ അത് മിക്സ് ഡ്രൈ ആകുന്ന ഒരു ഫ്രീക്വൻസി. ഈ മിക്സ് എന്ന് പറയുന്നത് 3 days ഡ്രൈ ആവും. അപ്പോൾ ഒരു 4th day ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി 4th day ആണ് ഞാനിവിടെ വെള്ളം ഒഴിക്കുന്നത്. അതും ജസ്റ്റ് കുറച്ച് ചെറിയ സോക്ക് ആൻഡ് ഡ്രൈ ആണ് ഞാൻ യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത്.